Our next topic is classification of ratios. For ratios, there are different types of ratios. Spencer A. Tricker has analyzed 429 ratios in his book Successful Management Control by Ratio Analysis. അപ്പോൾ ആ ഒരു ബുക്കിൽ 429 റേഷ്യോസാണ് സ്പെൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പം യൂഷ്വലി റേഷ്യോസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അക്കോർഡിംഗ്ലി റേഷ്യോസ് മേ ബി ഓഫ് 3 ടൈപ്സ്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ, ബാലൻസ് ഷീറ്റ് റേഷ്യോ ഓർ കമ്പൈൻഡ് റേഷ്യോ. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റേഷ്യോൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഏതിൽ നിന്ന് എടുത്തിട്ടായിരിക്കും? ബാലൻസ് ഷീറ്റ് നിന്ന് എടുക്കുന്നത്. സോ ദ ഐറ്റംസ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ദീസ് റേഷ്യോസ് ആർ ടേക്കൺ ഔട്ട് ഫ്രം ദി ബാലൻസ് ഷീറ്റ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ. ഇവിടെ നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഐറ്റംസ് എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നായിരിക്കും. അപ്പോൾ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 items in profit and loss account is taken for calculation of ratio. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എക്സാമ്പിൾ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നിങ്ങൾക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും എല്ലാം ഏതിലാണ് ഉണ്ടാവുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഓക്കെ. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ഇസ് കമ്പൈൻഡ് ഓർ മിക്സ്ഡ് റേഷ്യോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒരു ഐറ്റം എടുക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഒരു ഐറ്റം എടുക്കും. അതായത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോമിനേറ്ററോ ഡിനോമിനേറ്ററോ ഒന്ന് എവിടുന്നായിരിക്കും? ബാലൻസ് ഷീറ്റിൽ നിന്നും, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും. അങ്ങനെയുള്ള റേഷ്യോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കമ്പൈൻഡ് റേഷ്യോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു accounting statement. Okay, then second classification is according to importance. According to importance, ratios are classified into 2 categories. They are primary ratios and secondary ratios. അപ്പോൾ പ്രൈമറി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ്. അപ്പം എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുക എന്താ വെച്ചാൽ ദ സക്സസ് ഓഫ് എനി ബിസിനസ് ഇസ് മെഷേർഡ് ബൈ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺഡ്. അപ്പം പ്രൈമറി റേഷ്യോസ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, അതായത് പ്രോഫിറ്റ് ടു സെയിൽസ്, അതേപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ഇതിനൊക്കെയാണ് നമ്മൾ പ്രൈമറി റേഷ്യോസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ. ദെൻ സെക്കൻഡറി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ they are mainly used to explain the primary ratios. ഓക്കെ. അപ്പോൾ പ്രൈമറി റേഷ്യോസ് എന്തുകൊണ്ട് പ്രോഫിറ്റ് കൂടി അല്ലെങ്കിൽ എങ്ങനെ പ്രോഫിറ്റ് കുറഞ്ഞു അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് സെക്കൻഡറി റേഷ്യോസ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പഠിക്കാൻ പോണ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് തേർഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻസ്. അതാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത 2 എഴുതിക്കോളൂ. നമ്മളിപ്പോൾ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ തേർഡ് ക്ലാസിഫിക്കേഷൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് ഫങ്ഷൻസ് അത് മുതലാണ് ഈ സ്ലൈഡിലുള്ളത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻസ് റേഷ്യോസ് ആർ ഓഫ് 5 ടൈപ്സ്. ഇതിൽ ഞാൻ 4 എഴുതിയിട്ടുള്ളൂ. ശരിക്കും എത്ര എണ്ണം വരുന്നുണ്ട്? 5 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി റേഷ്യോസ്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം എന്താണ്? ഫേംസ് എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം ഓബ്ലിഗേഷൻസ് ഇൻ ടൈം. സോ ഇൻ ഓർഡർ ടു അനലൈസ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ലിക്വിഡിറ്റി റേഷ്യോസ്. അതിനാണ് ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ദീസ് റേഷ്യോസ് മെഷർ ദ കപ്പാസിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഔട്ട് ഓഫ് ഷോർട്ട് ടേം റിസോഴ്സസ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി റേഷ്യോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റേഷ്യോസ് കറൻറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആൻഡ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. 3 ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി റേഷ്യോസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അവിടുന്ന് മുതലാണ് നമ്മളെ പ്രോബ്ലം തുടങ്ങുന്നത്.
ഓക്കെ, അപ്പം ഞാൻ അടുത്ത ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനും കൂടെ ഒന്ന് ടൈപ്സ് ഓഫ് റേഷ്യോസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? അനാലിസിസ് ഓഫ് ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ. ഈ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് സോൾവൻസി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വി ആർ യൂസിങ് ലിവറേജ് റേഷ്യോസ്. അപ്പോൾ ലിവറേജ് റേഷ്യോസിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ്. അപ്പോൾ ഈ റേഷ്യോസ് എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോസ് അനലൈസ് ദ ലോങ് ടേം സോൾവൻസി ഓർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. അപ്പോൾ ഈ സോൾവൻസി റേഷ്യോസിനുള്ള എക്സാമ്പിൾസാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, എക്സെട്ര. ഓക്കെ, ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ ratio, third type of ratio is activity ratios. എന്താണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്? ദീസ് റേഷ്യോസ് ആർ ഓൾസോ നോൺ ആസ് ടേൺ ഓവർ റേഷ്യോ. ചില ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടേൺ ഓവർ റേഷ്യോസ്. അപ്പോൾ ദീസ് റേഷ്യോസ് ഇൻഡിക്കേറ്റ് ഹൗ ഇഫക്റ്റീവ്ലി ദ റിസോഴ്സസ് ആർ ബീങ് യൂട്ടിലൈസ്ഡ് ബൈ എ ഫേം. എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് ഫേം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേൺ ഓവർ റേഷ്യോസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ദീസ് റേഷ്യോസ് റിഫ്ലക്റ്റ് ദ എഫിഷ്യൻസി ഓഫ് എ ഫേം ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് അസറ്റ്. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ എത്ര എഫിഷ്യൻ്റായിട്ട് സ്റ്റോക്ക് ടേൺ ഓവർ ചെയ്യുന്നു, ഹൗ മെനി ടൈംസ് ദ സ്റ്റോക്ക് ഇസ് ടേൺഡ് ഓവർ ഇൻ എ ഇയർ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അതേപോലെ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഓരോ ടേൺ ഓവർ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആക്ടിവിറ്റി റേഷ്യോസ് അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു മെഷർ ഹൗ ഇഫക്റ്റീവ്ലി ദ റിസോഴ്സസ് ആർ ബീങ് യൂട്ടിലൈസ്ഡ് ബൈ എ ഫേം. Then fourth type of ratio is profitability ratio. ആ വേർഡിൽ തന്നെ നിങ്ങൾ മനസ്സിലായിക്കോളൂ ഈ റേഷ്യോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദീസ് റേഷ്യോസ് മെഷർ ദ പ്രോഫിറ്റബിലിറ്റി ഓർ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് എ ഫേം. ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ശരിക്കും രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആൻഡ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, എക്സെട്ര. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാനുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് പഠിക്കുക. ഇപ്പം മനസ്സിലാക്കി വെച്ചാൽ മതി ഒരു ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ ഏതാ വരുന്നത്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണെന്നുള്ളത്. ഓക്കെ, then last type of ratio according to nature or function is market test ratios. അത് ഞാൻ ഈ സ്ലൈഡിൽ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പം മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ഷെയർസ് ഓർ സ്റ്റോക്ക് വിച്ച് ആർ ട്രേഡഡ് ഇൻ ദി മാർക്കറ്റ്. അതായത് ഇപ്പോൾ ഒരു പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്ററിന് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് റേഷ്യോസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. അതായത് ഒരു ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആർ ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സ് എത്രയാണ് അത് നോക്കിങ്ങാണ്ട് ഒരു ഇൻവെസ്റ്ററിന് തീരുമാനിക്കാം അയാളുടെ ഷെയറിന് ഇൻവെസ്റ്റ്മെൻറ്റിന് എത്ര റിട്ടേൺ കിട്ടും, അതിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ ഡിവിഡൻഡ് പെർ ഷെയർ, dividend payout ratio, price earnings ratio. These are the examples for market test ratios. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിനെ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ് ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ ഇസ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ അതിൽ മാത്രമാണ് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. തേർഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ക്ലാസിഫിക്കേഷൻ. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയും. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് പറഞ്ഞു കഴിഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് ടു ടെസ്റ്റ് ഷോർട്ട് ടേം സോൾവൻസി ഓർ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ബിസിനസ്.
Then these liquidity ratios enables to know whether short-term liabilities can be paid out of short-term assets. അതായത് ഇപ്പം ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ഇതെല്ലാം പേ ഓഫ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിനുള്ള കറൻറ്റ് അസറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടോ. അതേപോലെ ഇറ്റ് ഈസ് എ വാല്യുബിൾ എയ്ഡ് ടു മാനേജ്മെൻറ്റ് ഇൻ ചെക്കിംഗ് ദ എഫിഷ്യൻസി വിത്ത് വിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ബീങ് എംപ്ലോയിഡ്. എത്ര ഇഫക്റ്റീവായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഓഫ് ഇമ്പോർട്ടൻസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ലോങ് ടേം ക്രെഡിറ്റേഴ്സ് ഇൻ ഡിറ്റർമിനിങ് സം എക്സ്റ്റെൻറ്റ് ദ പ്രോസ്പെക്ട്സ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അതായത് ഇത് നോക്കിക്കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഡിവിഡൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്, അതേപോലെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. കാര്യമായിട്ട് ഇതാണ് ഉദ്ദേശം. എന്താണ്? to analyze or to test the short term solvency or liquidity position of a business. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി റേഷ്യോസ് ആർ 3 types of liquidity ratios are there. ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് ഏതൊക്കെയാണ്? കറൻറ്റ് റേഷ്യോ, സെക്കൻഡ് വൺ ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോനെ വേറെയും പേരിൽ അറിയപ്പെടുന്നുണ്ട്. ക്വിക്ക് റേഷ്യോ ഇസ് ഓൾസോ നോൺ ആസ് ലിക്വിഡ് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. എന്താണ്? ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്ന പേരാണ് ലിക്വിഡ് റേഷ്യോ, LIQUID, ലിക്വിഡ് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ്, ACID, ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. വൺ ബൈ വൺ ആയിട്ട് നോക്കാൻ പോവാണ്. എന്താണ് കറൻറ്റ് റേഷ്യോ? കറൻറ്റ് റേഷ്യോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഓഫ് ഓൾ അനലിറ്റിക്കൽ ഡിവൈസസ് ബേസ്ഡ് ഓൺ ദി ബാലൻസ് ഷീറ്റ്. അതായത് ഇറ്റ് എസ്റ്റാബ്ലിഷസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ അസറ്റ്സ് ആൻഡ് ടോട്ടൽ കറൻറ്റ് അസറ്റ്സ് ആൻഡ് ടോട്ടൽ കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ കറൻറ്റ് റേഷ്യോൻ്റെ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ടാക്കി വെക്കുക. കറൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു കറൻറ്റ് അസറ്റ്, ടോട്ടൽ കറൻറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറൻറ്റ് ലയബിലിറ്റീസ്. അതായത് നമ്മളിവിടെ എന്താ നോക്കുന്നത്? മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ ഫേം ടു പേ ഇറ്റ്സ് കറൻറ്റ് ലയബിലിറ്റീസ് ഔട്ട് ഓഫ് കറൻറ്റ് അസറ്റ്. അപ്പോൾ ഇവിടെ ഓരോ റേഷ്യോസ് നമ്മൾ വെറുതെ കണ്ടുപിടിച്ചിട്ട് മാത്രം കാര്യമില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ഫേമിൻ്റെ കറൻറ്റ് റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ റേഷ്യോ കമ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ റേഷ്യോയ്ക്കും, എല്ലാ റേഷ്യോയ്ക്കും ഐഡിയൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേഷ്യോ ഒന്നുമില്ല, റൂൾ ഓഫ് തമ്പ് ഒന്നുമില്ല. ചില റേഷ്യോസിനൊക്കെ റൂൾ ഓഫ് തമ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറൻറ്റ് റേഷ്യോൻ്റെ റൂൾ ഓഫ് തമ്പ് അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2:1 ആണ്. 2:1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ ഇരട്ടി എന്നെങ്കിലും ഏത് വേണം? കറൻറ്റ് അസറ്റ് വേണം എന്നുള്ളതാണ്. അതായത് 1 lakh കറൻറ്റ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് എത്രത്തെന്നെങ്കിലും കറൻറ്റ് അസറ്റ് വേണം? 2 lakh എന്നെങ്കിലും കറൻറ്റ് അസറ്റ് വേണം. എന്നാലേ കമ്പനീൻ്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ എന്താ പറയുക കറൻറ്റ് റേഷ്യോ ഒരു സാറ്റിസ്ഫൈ ചെയ്ത് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് അണ്ടർ ട്രേഡിംഗ് ആൻഡ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഓവർ ട്രേഡിംഗ് ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞേ കറൻറ്റ് റേഷ്യോൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണ്? കറൻറ്റ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ നോക്കാം നമുക്ക്. കറൻറ്റ് അസറ്റ്സിൻ്റെ കോമ്പണൻസ് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ് കറൻറ്റ് അസറ്റ്സിൻ്റെ കോമ്പണൻസ് വരുന്നത്? കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നതിൽ ഏതെല്ലാം വരിക? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, then marketable or short term securities, then short term investment. ശ്രദ്ധിക്കണം, എല്ലാം ഷോർട്ട് ടേം എടുക്കുള്ളൂ. ബിൽസ് റിസീവബിൾസ്, സൺട്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ആൻഡ് ഇൻവെൻട്രീസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇതെല്ലാമാണ് കറൻറ്റ് അസറ്റ്സിൽ വരിക. നിങ്ങൾക്കറിയാമല്ലോ ബാലൻസ് ഷീറ്റിൽ ഒരു കറൻറ്റ് അസറ്റ് ഏതൊക്കെയാണെന്നുള്ളത്. കാരണം നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ പഠിച്ചു കഴിഞ്ഞ് കറൻറ്റ് അസറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ.
ഇനി കറൻറ്റ് ലയബിലിറ്റീസിനെ കോമ്പണൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം അഡ്വാൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഡിവിഡൻഡ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ വരിക? കറൻറ്റ് ലയബിലിറ്റീസിൽ വരുന്നത്. ഓക്കെ, അപ്പം കറൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു മെഷർ ദ എബിലിറ്റി ഓഫ് എ ഫേം ടു പേ ഓഫ് ഇറ്റ്സ് ഒബ്ലിഗേഷൻസ് ഇൻ ടൈം. മെയിൻ ഒബ്ജക്റ്റീവ് അതാണ്. സ്റ്റാൻഡേർഡ് റേഷ്യോ 2:1 ആണ്. ഇനി കറൻറ്റ് റേഷ്യോ എന്താ പറയുന്നത്? ഹയർ ദ കറൻറ്റ് റേഷ്യോ ഗ്രേറ്റർ ദ ഫേംസ് എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം ഡെറ്റ്സ്. ഓക്കെ, ഇനി നേരെ മറിച്ച് വെരി ലോ കറൻറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫേം വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ഓഫ് ഇറ്റ്സ് debts. So it is essential that a firm should have a reasonable current ratio. അതായത് in short, current ratio is an important ratio for analyzing liquidity position or short term financial position of a firm. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം ചെയ്തിട്ട് അടുത്തതിലേക്ക് കടക്കണോ അല്ലെങ്കിൽ അടുത്ത റേഷ്യോസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് പോവാമെന്നോ? അടുത്തും കൂടെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി റേഷ്യോ ഇസ് ക്യുക്ക് റേഷ്യോ. ക്യുക്ക് റേഷ്യോ ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ലിക്വിഡ് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യുക്ക് റേഷ്യോൻ്റെ ഫോർമുല വരുന്നത് ക്യുക്ക് അസിറ്റ് ഡിവൈഡഡ് ബൈ ക്യുക്ക് ലയബിലിറ്റീസ്. പക്ഷേ സ്റ്റുഡൻസ് പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ക്യുക്ക് അസിറ്റ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റീസ് എടുത്താൽ മതി. ഇനി എന്താണ് ഈ ക്യുക്ക് അസെറ്റ്സ് നോക്കാം. ക്യുക്ക് അസെറ്റ് ശ്രദ്ധിക്കുക. ക്യുക്ക് അസെറ്റ് ഇസ് ഈക്വൽ ടു കറൻറ്റ് അസെറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അതായത് ക്യുക്കായിട്ട് ലിക്വിഡ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ല കറൻറ്റ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അസെറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഈസിലി, അതായത് വിത്തിൻ 1 ഇയർ. ആ കറൻറ്റ് അസെറ്റിൽ നിന്ന് 2 സാധനങ്ങൾ ഒഴിവാക്കുക. ഏതൊക്കെയാണ്? സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രീസും പ്രീപെയ്ഡ് എക്സ്പെൻസസും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ക്യുക്ക് അസെറ്റ്സ്. ഓക്കെ, ദാറ്റ് ക്യുക്ക് അസെറ്റ്സ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റീസ്. ഇവിടെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പോൾ ഹൈ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എ ഫേം ഇസ് ലിക്വിഡ് ആൻഡ് ഹാസ് എബിലിറ്റി ടു മീറ്റ് കറൻറ്റ് ഓർ ലിക്വിഡ് ലയബിലിറ്റീസ് ഇൻ ടൈം. ഓക്കെ, മനസ്സിലായല്ലോ? Then third one, absolute liquid ratio. Absolute liquid ratio formula is absolute liquid assets divided by current liabilities and quick liabilities. അപ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് അപ്പോൾ ശരിക്കും ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നൊരു 0.5 ആണ് കേട്ടോ. 0.5 എന്നെങ്കിലും കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് എന്തിനു വേണ്ടിയിട്ട് ഈ റേഷ്യോസ് കണ്ടുപിടിക്കുന്നത്? ആബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റും കറൻറ്റ് ലയബിലിറ്റീസും തമ്മിലുള്ള ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ക്വിക്ക് ലയബിലിറ്റീസ് ചില ബുക്കിൽ എടുത്തിട്ടുണ്ടാകും, നിങ്ങൾ കറൻറ്റ് ലയബിലിറ്റി എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കാം. അപ്പം ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 0.5. ഓക്കെ, താങ്ക് യു.